എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ പണി കിട്ടി എന്ന് ഉള്ള ക്യാപ്ഷൻ കണ്ടപ്പം നിങ്ങൾ വിചാരിച്ച് കാണും, ശരിക്കും പണി കിട്ടിയത് വിചാരിച്ച് കാണും. പണി കിട്ടിയതല്ല, പണി കിട്ടിയത് നമ്മൾ തിരിച്ചറിയാതെ പോകുന്നു എന്നുള്ളതാണ് നമ്മളുടെ ജീവിതത്തിൻ്റെ പരാജയം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, കുറച്ച് ദിവസങ്ങളായിട്ട് ഞാനിങ്ങനെ വീഡിയോ ഇടാനൊക്കെ വീഡിയോ ഞാൻ അങ്ങനെ അധികം ഇടാറില്ല. കുറച്ച് എനിക്ക് തോന്നുന്നു ഒരാഴ്ച എങ്ങാണ്ടൊക്കെ ഞാൻ വീഡിയോ പിന്നെ ഏപ്രിൽ കുറച്ച് നാൾ ഞാൻ പറഞ്ഞിരുന്നു എനിക്കൊരു വിവാഹമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തിരക്കിലായതുകൊണ്ട് കുറച്ച് ദിവസങ്ങൾ എനിക്ക് വീഡിയോ ഇടാൻ പറ്റാതെ വന്നു. എന്നാൽ ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എനിക്ക് വീഡിയോ ഇടാൻ അങ്ങനെ പറ്റാറുണ്ടായിരുന്നില്ല. ഞാൻ തിരക്കിലായിരുന്നു. സത്യമാണ്, ഞാൻ തിരക്കിലായിരുന്നു. പക്ഷേ ആ തിരക്കിൻ്റെ ഇടയിലും എനിക്ക് വീഡിയോ ഇടാൻ മനസ്സ് വെച്ചാൽ വേണമെങ്കിൽ ഇടാമായിരുന്നു. പക്ഷേ ഞാനതങ്ങ് ഇഗ്നോർ ചെയ്തങ്ങ് വിട്ടു. ഇന്ന് എനിക്ക് ഫുൾ ടൈം ടൈം ഉണ്ടായിരുന്നു, വീഡിയോ ഇടാൻ എനിക്ക് ടൈം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കൊരു മൈൻഡ് വരുന്നില്ല, ഒരു മൂഡ് വരുന്നില്ല. ഞാനങ്ങ് ഇരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഇത് നിർത്തി പോകണ്ട എന്ന് വെച്ചാൽ വീഡിയോ ഇടാതെ ഇരിക്കണ്ട. കാരണം നമ്മൾ വീഡിയോ ഇടാതിരുന്ന് റെഗുലറായിട്ട് വീഡിയോ ഇടാതിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വ്യൂസൊക്കെ അങ്ങ് കുറഞ്ഞു പോകും. പിന്നെ അതൊന്ന് പിന്നെ വ്യൂസിനെ നമുക്ക് കിട്ടി വരണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. അതൊക്കെ ഈ യൂട്യൂബിൻ്റെ ചില കളികളാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു, ഇന്നും വീഡിയോ അങ്ങ് ഇടണ്ട എന്നൊക്കെ വിചാരിച്ചങ്ങ് ഇരുന്നു. എന്നാൽ കുറച്ച് ടൈം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തോന്നി, എന്തിനാ ചുമ്മാ ഇടാതിരിക്കുന്നത്, വീഡിയോ ഇടാം എന്നിങ്ങനെ ഞാൻ വിചാരിച്ചു. അപ്പോൾ ചുമ്മാ ഏതെങ്കിലും ഒരു ടോപ്പിക് എടുത്തിടുന്നതിനകത്ത് അർത്ഥമില്ല. അപ്പോൾ ഞാനിരുന്നിങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവം എനിക്കൊരു ടോപ്പിക്ക് തരണമേ, ഞാൻ എന്താ ഇടേണ്ടത് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ യേശയ്യാപ്രവാചകൻ്റെ പുസ്തകത്തിനകത്തുനിന്ന് ഒരു വാക്യമൊക്കെ എനിക്ക് കിട്ടി. അതിനകത്തുണ്ട്, എന്താണ് നമ്മുടെ ഒരു മരം അത് മുറിച്ച് കളഞ്ഞു കഴിഞ്ഞാലും അതിനകത്തുനിന്നൊരു വിശുദ്ധ സന്തതി ഒരു കിളിർപ്പായിട്ട് പുറത്തു വരും. ഒരു കിളിർപ്പ് അതിനകത്തുനിന്ന് ഉണ്ടാകും. ഒരു മരം വെട്ടിക്കളഞ്ഞാലും ഒരു കിളിർപ്പുണ്ടാകും എന്നുള്ള വചനം എനിക്ക് കിട്ടി. അതിനകത്തുനിന്ന് സംസാരിക്കാനുള്ള ടോപ്പിക്സൊക്കെ എനിക്കറിയാം, ദൈവം എനിക്കത് തന്നിട്ടുണ്ട് എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. എന്നാലും ഞാനിങ്ങനെ ഇരുന്നു. പക്ഷെ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് എൻ്റെ മനസ്സിലോട്ട് ഒരു സംഭവം പെട്ടെന്ന് ഓർമ്മ വന്നു. എന്താണെന്നറിയാമോ, ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മെഗാ ചർച്ചുകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മെഗാ ചർച്ചുകളിൽ ഞാൻ പറഞ്ഞു, അവർക്ക് ഒരുപാട് വരുമാനങ്ങൾ കിട്ടുന്നുണ്ട്. പക്ഷേ അവരുടെ കീഴിൽ ജോലി ചെയ്യുന്ന അസോസിയേറ്റ് പാസ്റ്റർമാർക്ക് ഇവർ അതിനകത്തുനിന്ന് ഒരു നന്മ കൊടുക്കാറില്ല. എന്ന് വെച്ചാൽ ഉള്ളവർക്ക് കൊടുക്കണ്ട, എന്നാൽ ഇല്ലാത്തവരെ ഇവരെ സഹായിക്കുന്നില്ല എന്നുള്ളതിനെക്കുറിച്ചൊരു ടോപ്പിക്ക് ഞാൻ ചെയ്തിരുന്നു. എനിക്ക് തോന്നുന്നു അതൊരു മെഗാ ചർച്ചിന് അത് നന്നായിട്ടങ്ങ് കൊണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മെഗാ ചർച്ച് കേരളത്തിൽ വെളിയിലുള്ള ഒരു മെഗാ ചർച്ചിനെ കൊണ്ടത് ഞാൻ ഒത്തിരി മെഗാ ചർച്ചുകളെക്കുറിച്ച് എനിക്ക് അറിയാവുന്നതാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഒരു മെഗാ ചർച്ചിന് അതങ്ങ് കൊണ്ടു. എന്നിട്ട് ഇവർ ഭയങ്കര എതിർപ്രാർത്ഥന അവിടെ നടത്തുന്നുണ്ടായിരുന്നു. നാവടപ്പിക്കാനൊക്കെയുള്ള ശാപവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാനിങ്ങനെ എനിക്ക് അതിനകത്തുനിന്ന് എനിക്ക് വേറൊരു വ്യക്തിയിലൂടെ എനിക്ക് അതിൻ്റെ വിവരം കിട്ടി. അപ്പോൾ വിവരം കിട്ടിയപ്പോൾ അതിങ്ങനെ റിവൈൻഡ് ചെയ്ത് ഞാനിങ്ങനെ കേട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ച സത്യമാണല്ലോ, ഇത് ഈ പുള്ളി എനിക്കിട്ടാണല്ലോ പറയുന്നതെന്ന് എനിക്കിങ്ങനെ തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, ഈ എതിർ പ്രാർത്ഥന, എതിർ ശാപങ്ങൾ. നമ്മൾ വിചാരിക്കും ഇതൊക്കെ ദൈവാത്മാവ് പ്രവർത്തിക്കുന്നതെന്ന്. അല്ല കേട്ടോ, ഇത് പ്രവർത്തിക്കുന്നത് പിശാചാണ്. കാരണം ഈ നമ്മൾ എതിർ പ്രാർത്ഥന നടത്തുക, നമ്മൾ ഒരു വ്യക്തിയെ ശപിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ മനസ്സിൽ വരുന്നത് എപ്പോഴാണ്, നമ്മളുടെ ഉള്ളിൽ കുടിയിരിക്കുന്ന ഒരു പകയുടെയും വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും സ്പിരിറ്റിൽ നിന്നാണ് നമ്മൾക്ക് മറ്റൊരാൾക്ക് വിരോധമായിട്ട് എതിർ പ്രാർത്ഥന നടത്താനും മറ്റൊരാളെ ശപിക്കാനും ഒക്കെയുള്ളൊരു മൈൻഡ് നമ്മൾക്ക് വരുന്നത്. അതൊരിക്കലും പരിശുദ്ധാത്മാവിൻ്റെ ഫ്രൂട്ടല്ല, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയല്ല. ഇത് നമ്മൾ സാധാരണക്കാരാണ്, നമ്മൾക്കൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളൊക്കെ പറയും, എന്താണ് മറ്റുള്ളവർ നമ്മൾക്കെതിരെ ഇൻജസ്റ്റിസ് നമ്മൾക്ക് ജസ്റ്റിസ് നീതി കിട്ടാതെ വരുമ്പോഴൊക്കെ നമ്മൾ പറയും, കർത്താവ് ഈ വിഷയത്തിൽ അങ്ങൊന്ന് ഇടപെടണമേ. അതൊക്കെ സ്വാഭാവികമാണ്, അതല്ല ഞാൻ പറഞ്ഞത്. അല്ലാതെ നമ്മൾക്കെതിരെ ആരെങ്കിലും അല്ലെങ്കിൽ നമ്മളുടെ തെറ്റുകൾ ആരെങ്കിലും ഒന്ന് ചൂണ്ടിക്കാണിക്കുന്നു എന്ന് തോന്നുമ്പോൾ അതിനെ ഉൾക്കൊള്ളുവാൻ തയ്യാറാകാതെ അവരെ ഇങ്ങനെ എതിർപ്രാർത്ഥന നടത്തി ശപിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഞാൻ ആ ചർച്ചിൻ്റെ 2 ആഴ്ചത്തെ ഒരു മീറ്റിംഗ് ഒന്ന് നോക്കി. 2 ആഴ്ചയിലും ഈ പുള്ളി അവിടുത്തെ സീനിയർ പാസ്റ്റർ അല്ല, അദ്ദേഹം നല്ല കൃപയുള്ളൊരു മനുഷ്യനാണെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ആ വ്യക്തി അദ്ദേഹത്തിൻ്റെ മെസ്സേജുകളൊക്കെ ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ കേൾക്കാറുണ്ട്. ലൈവായിട്ട് കേൾക്കാൻ പറ്റിയില്ലെങ്കിലും ഞാൻ വല്ലപ്പോഴും ഒക്കെ കേൾക്കാറുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ മെസ്സേജ് മാത്രം കേട്ടിട്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു മകൻ വന്ന് പ്രസംഗിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ അതപ്പം തന്നെ ഓഫ് ചെയ്യും. കാരണം ഈ പുള്ളി എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. എപ്പോഴും ഒന്നെങ്കിൽ ഈ ശാപം നമുക്കെതിരെ പറയുന്നവരുടെ വായ അടപ്പിക്കണം, മീഡിയകളെ പൂട്ടിക്കണം, പിന്നെ അല്ലെങ്കിൽ ഏതാണ്ടൊക്കെ എപ്പോഴും ഈ ഒരു വക വെട്ട് കുത്ത് ഇതൊക്കെ പരിപാടിയാണ് പുള്ളി എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്കെന്തോ അത് ഡൈജസ്റ്റ് ആകാത്തത് കൊണ്ട് ഞാനത് അപ്പം തന്നെ കട്ട് ചെയ്യാറാണ് പതിവ്. പക്ഷേ ഇത് ഞാൻ കേട്ടത് എനിക്കൊന്ന് അനലൈസ് ചെയ്യണമായിരുന്നു. എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ കറക്റ്റാണോ ഒന്ന് അനലൈസ് ചെയ്യണമായിരുന്നു.
അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇതാണ് അപ്പോൾ എനിക്ക് വീഡിയോ ഇടാൻ എനിക്ക് മടി തോന്നിച്ചുകൊണ്ടിരുന്നതിൻ്റെ റീസൺ ഇതാണെന്ന് തിരിച്ചറിഞ്ഞപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും അതിന് കീഴടങ്ങുകയല്ല, നമ്മൾ എന്ത് ചെയ്യണം, അതിന് പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകുമെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിനോട് എതിർത്ത് നിൽക്കണമെങ്കിൽ എന്താണ്, നമ്മൾക്ക് വീഡിയോ ഇടണ്ട എന്ന് തോന്നുമ്പോഴും നമ്മൾ വീഡിയോ ഇട്ടുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ അതാണ് അതിനെ തോൽപ്പിക്കാനുള്ള ഒരു ഇത്. ഞാൻ വിചാരിച്ചു എനിക്ക് ഈ മറ്റുള്ളവരെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്, ഒത്തിരി ക്രിട്ടിസൈസ് ചെയ്യുന്നതൊന്നും എനിക്ക് താല്പര്യമുള്ള കാര്യമല്ല, അതെൻ്റെ ജോലിയുമല്ല. പിന്നെ നമ്മൾ പറയേണ്ട കാര്യങ്ങളൊക്കെ ചിലത് നമ്മൾ പറയണം. അപ്പോൾ അതിൽ പറയുമ്പോൾ പലപ്പോഴും ഞാൻ ആരുടെയും പേരൊന്നും പറയാറില്ല, കാരണം അവരെ എന്താ പറയുക, സമൂഹത്തിൻ്റെ മുൻപിൽ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതിയിട്ടാണ്. ചിലരുടെയൊക്കെ പേര് പറഞ്ഞിട്ടുണ്ട്, എന്നാൽ ഒട്ടുമിക്ക കാര്യങ്ങളിലും ജനറലായിട്ട് പറഞ്ഞു പോകുമ്പോൾ ഞാനങ്ങനെ പേരൊന്നും പറഞ്ഞു പോകാറില്ല. കാരണം നമ്മൾ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്, കാര്യങ്ങൾ ഗ്രഹിക്കട്ടെ എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിക്കാറുള്ളൂ. അപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം എനിക്ക് പിടുത്തം കിട്ടിയത്, ഈ എതിർപ്രാർത്ഥന. അപ്പോൾ ഇവർ പണ്ട് എതിർപ്രാർത്ഥനയ്ക്ക് പേര് കേട്ടതാണ്, ഈ മകനായ പാസ്റ്ററും അദ്ദേഹത്തിൻ്റെ ഭാര്യയും. എന്ന് വെച്ചാൽ ആ ചർച്ചിൽ ജോലി ചെയ്യുന്ന മീഡിയകളിലും അവരുടെ ഓഫീസുകളിൽ ജോലി ചെയ്യുന്നവർ പോലും അവരോട് പറയാതെ അവിടെ നിന്ന് ഇറങ്ങി പോകാറുണ്ട്. അങ്ങനെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അവരെ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, ചില സ്റ്റാഫുകളെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ പിന്നീട് പറഞ്ഞ ചരിത്രം അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എതിർപ്രാർത്ഥന നടത്തും, നമുക്ക് പിന്നെ അവിടെ നിന്ന് മൂവ് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് അവിടെ നിന്ന് പോകാൻ പറ്റത്തില്ല, വേറെ അവരുടെ കരിയർ അവർക്ക് ബിൽഡപ്പ് ചെയ്യണമല്ലോ. ചെറുപ്പക്കാരായ പിള്ളേർക്ക്, എഞ്ചിനീയർമാരായ പിള്ളേർക്കൊക്കെ അവരുടെ കരിയർ ബിൽഡപ്പ് ചെയ്യണം. അവിടെ തന്നെ കുത്തിപ്പിടിച്ചിരുന്നാലൊന്നും അവരുടെ കാര്യങ്ങൾ നടക്കത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ജീവിതത്തിലും ഇത് അനുഭവമുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ എതിർപ്രാർത്ഥനയെ എപ്പോഴും, ഇത് മാത്രമല്ല ഒരുപാട് പേരുണ്ടാകും, നമ്മൾക്കറിഞ്ഞുകൂടാ ആരൊക്കെ നമ്മൾക്കെതിരെ എതിർപ്രാർത്ഥന നടത്തുന്നുണ്ട് എന്ന്. അപ്പോൾ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഈ എതിർപ്രാർത്ഥന എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കാറുള്ള ഒരു ടോപ്പിക്കാണ്. എതിർപ്രാർത്ഥനയെ എന്താ പറയുക, ശാസിച്ച് പ്രാർത്ഥിക്കും. എന്നാൽ ഞാൻ നോക്കുമ്പോൾ ഒരു 2 ആഴ്ചയായിട്ട് എൻ്റെ ജീവിതത്തിൽ ആ ഒരു പ്രാർത്ഥന അങ്ങ് ഒരിത്തിരി, ആ പ്രാർത്ഥനയില്ല. ഏത് എതിർപ്രാർത്ഥനയെ ശാസിക്കുന്ന ഒരു പ്രാർത്ഥനയില്ല. മറ്റു കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ച് പോവുകയാണ്. എന്ന് വെച്ചാൽ അത്രത്തോളം പിശാച് അതിനകത്ത് കിടന്ന് കളിച്ചു എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ഞാൻ തിരിച്ചറിഞ്ഞു, പിന്നെ ഞാനിപ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി എതിർപ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നി അതൊരു വീഡിയോ ആയിട്ട് ചെയ്യണം. ഞാൻ അവരെ പറയാനല്ല, കാരണം അവർ മാറാനൊന്നും പോകുന്നില്ല. കാരണം അത് വർഷങ്ങളായിട്ട് അവർ തുടരുന്ന ഒരു പരിപാടിയാണ്. എതിർപ്രാർത്ഥന ചെയ്ത് മറ്റുള്ളവരെ നശിപ്പിക്കുക എന്നുള്ളത്. നമ്മുടെ മറ്റുള്ളവർ മന്ത്രവാദം ചെയ്യാൻ പോകുന്ന എതിർപ്രാർത്ഥന ആഭിചാരത്തിന് തുല്യമാണ്. മറ്റുള്ളവർ മന്ത്രവാദം ചെയ്യാൻ പോകുന്നു, ആത്മീയരായെന്ന് നടിക്കുന്നവർ എതിർപ്രാർത്ഥന നടത്തി മറ്റുള്ളവർക്കെതിരെ ക്ഷുദ്രപ്രയോഗം ചെയ്യുന്നു. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. എനിവേ, എന്തായാലും അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത്, എന്നെ കേൾക്കുന്ന സാധാരണക്കാരായിട്ടുള്ളവരും അല്ലാത്തവരുമോടും ഒക്കെ എനിക്ക് പറയുവാനുള്ളതും, ഈ എതിർപ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു ശക്തമായ പൈശാചിക ആയുധമാണ്. അത് വിശ്വാസികളാണ്, അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കുന്ന ആത്മീയരെന്ന് നടിക്കുന്നവരാണ് അതിനെ കൈകാര്യം ചെയ്യുന്നത്, അത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എല്ലാ ദിവസത്തെയും നമ്മളുടെ എഴുന്നേറ്റിട്ടുള്ള പ്രാർത്ഥനയിൽ ഈ ഒരു കാര്യം ഉൾപ്പെടുത്തുക. ഒരിക്കലും മടി വിചാരിക്കരുത്. ഞാനത് റെഗുലറായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വന്നതായിരുന്നു. ഈ ഒരു 2 ആഴ്ചയായിട്ട് എനിക്ക് തോന്നുന്നു ആ ഒരു പ്രാർത്ഥന ഞാൻ അങ്ങ് സ്കിപ്പ് ചെയ്ത് വിട്ടതല്ല, ജസ്റ്റ് ഇങ്ങനെ ഒരൊറ്റ വാക്കിലങ്ങ് പറഞ്ഞങ്ങ് വിടുന്ന ഒരു പരിപാടിയിലേക്ക് അതിന് ഞാൻ ഒത്തിരി ഫോക്കസ് ചെയ്തില്ല. എന്ന് വെച്ചാൽ എൻ്റെ ഓവർ കോൺഫിഡൻസ്, അതുകൊണ്ട് ഞാനതങ്ങ് ഫോക്കസ് ചെയ്യാതെ വിട്ടു. പക്ഷേ ആ ഒരു ഓവർ കോൺഫിഡൻസ് എനിക്ക് വിനയാണ് എന്നും, എന്തായാലും അധികം ദോഷമായതൊന്നും സംഭവിക്കുന്നതിന് മുൻപ് ദൈവം എനിക്കത് മുന്നറിയിപ്പ് തന്ന് എനിക്ക് അതൊരു ഓർമ്മപ്പെടുത്തി തന്നു. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഈ എതിർപ്രാർത്ഥന എന്ന് പറയുന്നത് വളരെ ശക്തമായൊരു പൈശാചിക ആയുധമാണ്. നമ്മൾ അതിനെതിരെ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. നമ്മൾക്ക് അറിഞ്ഞുകൂടാ, ഇന്ന് ചിരിച്ചു കാണിക്കുന്നവർ നാളെ നമ്മൾക്കെതിരെ എതിർപ്രാർത്ഥന നടത്തുന്നവരാണോ അല്ലെങ്കിൽ എതിർപ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്നവരാണോ എന്നുള്ള കാര്യം നമ്മൾക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് നമ്മൾ ശക്തമായിട്ട് അതിനെ പ്രാർത്ഥിക്കണം. ഞാൻ ഇതിന് മുൻപ് ഒരു വീഡിയോ ഞാൻ ഇതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെ ഞാനതൊന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴേ നമ്മൾ പ്രാർത്ഥിക്കണം. ഈ എതിർപ്രാർത്ഥനയെ നമ്മൾ അതിനെ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകുക. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? യേശയ്യാപ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം, അതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല, ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ്, ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെയാണ്: നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഈ വചനം പറയുക, എന്നിട്ട് പിന്നെ നമ്മൾ പറയേണ്ടത് എനിക്ക്, പിന്നെ നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ പറയുക, എൻ്റെ കുടുംബം, അതൊക്കെ പറയുക. എന്നിട്ട് എനിക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഭരിക്കുകയില്ല. ഇന്ന് നിമിഷം വരെ എനിക്ക് വിരോധമായി, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിന് വിരോധമായി, എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വിരോധമായി നടത്തിയിരിക്കുന്ന, ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന, ഇനി നടത്തുവാനിരിക്കുന്ന സകല വിധത്തിലുള്ള എതിർപ്രാർത്ഥനകൾ, എതിർപവാസങ്ങൾ, എതിർപ്രവർത്തനങ്ങൾ, നെഗറ്റീവ് വാചകങ്ങൾ, ശാപത്തിൻ്റെ വാക്കുകൾ യേശുക്രിസ്തുവിൻ്റെ നാമത്താൽ നിഷ്ഫലമാകട്ടെ, നിർവീര്യമാകട്ടെ, തകർന്നു മാറട്ടെ. യേശുക്രിസ്തുവേയും അവിടുത്തെ തിരുരക്തത്തിലൂടെ ഞങ്ങൾ
ആശ്രയിക്കുന്നുവെന്നും നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിക്കുക. അത് വളരെ ശക്തമായി തന്നെ വിശ്വാസത്തോടെ തന്നെ നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിക്കണം. അപ്പോൾ ഈ വചനം എന്ത് ചെയ്യും? വചനം അവിടെ ക്രിയ ചെയ്തുകൊണ്ടിരിക്കും. അത് പൈശാചികമായ ശക്തമായ ഒരു ആയുധമാണ് ഈ എതിർ പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പോൾ അതിനെതിരെ നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. ഇല്ല എങ്കിൽ നമ്മൾ വിചാരിക്കും, ഓ നമ്മൾ കൃപായുഗം എന്ന് വെച്ചാൽ നമ്മളുടെ ഒരു രീതിയുണ്ട്, നമ്മൾ ഇതിനെയൊക്കെ അങ്ങ് അവോയ്ഡ് ചെയ്ത് വിടും, ഇതൊന്നും നമ്മൾക്ക് ഫലിക്കത്തില്ല, നമ്മൾക്ക് ഏൽക്കത്തില്ല എന്നൊക്കെ നമ്മളിങ്ങനെ വിചാരിക്കും. അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇതിനൊക്കെ പവറുണ്ട്. അതൊരു നെഗറ്റീവ് പവറാണെന്നേ ഉള്ളൂ. അതുകൊണ്ട് അതിനെ എതിർത്ത് പ്രാർത്ഥിക്കുവാൻ നമ്മൾ തയ്യാറാകുക. അപ്പോൾ എൻ്റെ ടോപ്പിക് ഇത്രയേ ഉള്ളൂ. എതിർ പ്രാർത്ഥനയെ നിസ്സാരമായി കാണാതിരിക്കുക, അതിനെതിരെ ശക്തമായി നമ്മൾ പ്രാർത്ഥിക്കുക, എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക. അങ്ങനെ ജയം ഏറ്റെടുക്കുവാൻ തയ്യാറാകുക. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ അതിനൊന്ന് ഡിലേ വന്നപ്പോഴാണ് എനിക്ക് കുറച്ച് വിഷയങ്ങളിലൂടെ ഞാൻ കടന്നു പോകേണ്ടി വന്നു വെച്ചാൽ വീഡിയോ ഇടാതെയൊക്കെയുള്ള ഒരു പ്രശ്നങ്ങൾ എനിക്ക് വന്നു പോയത്. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.